തന്റെ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ അവരിങ്ങനെ വാവിട്ട് കരയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ക്ഷമിക്കാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, എന്റെ മുസീബത്ത് നിങ്ങൾക്കറിയില്ല. അപ്പൊ റസൂലെന്ന് അറിയാതെ പറഞ്ഞാണ്. അപ്പൊ ആള് പറഞ്ഞത് അള്ളാന്റെ റസൂലിനോടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവര് റസൂലിനോട് പറഞ്ഞത്, ഞാൻ ആ പ്രയാസത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. പരീക്ഷണത്തിന്റെ ആരംഭത്തിലാണ് ക്ഷമ വേണ്ടത്. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ക്ഷമിച്ചിട്ട് കാര്യമില്ല, അല്ലെ? ആ സമയത്ത് നമ്മൾ മനസ്സിനൊന്ന് പാകപ്പെടുത്തി, നമ്മുടെ നാവിനൊന്ന് നിയന്ത്രിച്ച്, അല്ലെ? കണ്ണ് ചിലപ്പോ നിറയും, മനസ്സ് ചിലപ്പോ വേദനിക്കും. ഇബ്രാഹിം എന്ന മകൻ മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഐന ലതദ്മ വഇന്നൽ ഖൽബ ലയഹ്സൻ വഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബുനാ വമാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ. ഇബ്രാഹിമിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്, മനസ്സ് വേദനിക്കുന്നുണ്ട്. ഇബ്രാഹിമെ, പൊന്നുമോനെ, നിന്റെ വേർപാടിൽ ഉപ്പാക്കുമില്ലാത്ത വേദനയുണ്ട്. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഈ ഉപ്പ പറയുകയില്ല. അപ്പൊ കുറച്ചാളുകൾ പള്ളിയിൽ നിന്ന് പറഞ്ഞത്, റസൂലിന്റെ മകൻ മരിച്ചുകൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായത്. ആ കുട്ടീനോട് വീട്ടിൽ കിടത്തിയിട്ട് ഓടാണ് പള്ളി. അവിടെ തൗഹീദ് പറയാം, അല്ലെ? ഇന്ന ശംസ വൽ ഖമറ ആയത്തുൻ മിൻ ആയാത്തില്ലാഹ്. സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹിന്റെ ആയത്തിൽപ്പെട്ടാണ്. എന്റെ മകൻ മരിച്ചതുകൊണ്ട് അതിന് ഗ്രഹണം ബാധിക്കൂല. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നിസ്കരിക്കുക, അല്ലെ? അഷ്റഫുൽ ഖൽഖായ സയ്യിദുൽ മുർസലീനായ ഖാതമുൻ നബിയ്യീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ അവിടെ എന്ത് വിചാരിക്കാം? ഏതാനും ജനങ്ങളെ ഈമാനൊന്നും ഉറക്കല്ലേ? അല്ല, അള്ളാഹിന്റെ റസൂലിന്റെ നുബുവത്തൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി കിട്ടിയ ചാൻസ് അല്ലേ? വേണ്ട, അത് വേണ്ട. അള്ളാഹ് പറഞ്ഞതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യം കൊടുക്കണ്ട. ആ മരിച്ച കുഞ്ഞിനെ വീട്ടിൽ കിടത്തിയിട്ട് പള്ളിയിലേക്ക് കൂടുക. ആ ഓട്ടത്തിന്റെ സ്പീഡ് ആദ്യത്തിൽ കാണാം. തോളിലുള്ള മുണ്ട് താഴേക്ക് വീണുപോയി. കാരണം ജനങ്ങളെ വിശ്വാസം പേച്ചു പോകാൻ പാടില്ല. മകൻ മരിച്ചതിനേക്കാളും വിഷമം ഉമ്മത്തിന്റെ തൗഹീദ് നഷ്ടപ്പെടാൻ പാടില്ല. ഓടിച്ചെന്നിട്ട് പറഞ്ഞത്, സൂര്യനും ചന്ദ്രനും അള്ളാന്റെ ആയത്തിൽപ്പെട്ടതാണ്. മുഹമ്മദിന്റെ മകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതുകൊണ്ട് അതിന് ഗ്രഹണം ബാധിക്കില്ല. നിങ്ങൾ ഗ്രഹണ നമസ്കാരം നിർവഹിച്ചു എന്ന് നിസ്കരിച്ച് അള്ളാഹിനോട് ദുആ ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. പക്ഷെ ക്ഷമിച്ചാൽ ബൈത്തുൽ ഹംദാണ് ഓഫർ.